വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് +2 ബോർഡ് എക്സാം. ഇതുവരെ സയൻസിൽ 4 വിഷയങ്ങൾ കഴിഞ്ഞു. ഇംഗ്ലീഷ്, ഫിസിക്സ്, ബയോളജി, പിന്നെ കെമിസ്ട്രി. പക്ഷെ പരീക്ഷ എഴുതിയാൽ നല്ലോണം പഠിക്കുന്ന കുട്ടികളടക്കം എല്ലാവരും ഭയങ്കര നിരാശയിലാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുകയാണ് പല കുട്ടികളും. സയൻസിലേതും മാത്രമല്ല, ഹ്യൂമാനിറ്റീസിലെയും കൊമേഴ്സിലെയും കുട്ടികളുടെ അവസ്ഥയും ഇത് തന്നെയാണ്. എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. അതായത് ഈ അധ്യയന വർഷത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും കുട്ടികളെ അനാവശ്യമായി ജയിപ്പിച്ചു വിടുന്നു എന്ന ചീത്തപ്പേര് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് പ്രാവശ്യത്തെ +2 എക്സാമിന്റെ ചോദ്യങ്ങൾ കുറച്ച് നിലവാരം കൂടിയതായിരിക്കും. അതായത് 40% പാസ് മാർക്കും 40% ആവറേജ് സ്റ്റുഡൻസിന് സ്കോർ ചെയ്യാൻ പറ്റിയ രീതിയിലും 20% ടഫും ഈ ഒരു രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. അതാരും മുഖവിലക്കെടുത്തില്ല. അതായത് അങ്ങനെ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് മോഡൽ എക്സാം തുടങ്ങി. മോഡൽ എക്സാം ആണെങ്കിൽ ഭയങ്കര എളുപ്പവും. അതോടെ കുട്ടികളെല്ലാം കരുതി ബോർഡ് എക്സാമും അടിപൊളിയായിരിക്കും, നല്ല സിമ്പിൾ ആയിരിക്കും എന്നൊക്കെ. അവർ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ പ്രതീക്ഷയുമായി ബോർഡ് എക്സാമിന് വന്നിരുന്ന കുട്ടികൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രാ ടഫ് ക്വസ്റ്റ്യൻസും. കുട്ടികൾ ഒരു തരത്തിലും പ്രതീക്ഷിക്കാതെ ചോദ്യം. ഫിസിക്സ് എക്സാം കഴിഞ്ഞ ഉടനെ ഒരു പയ്യൻ ഇതിനെതിരെ വീഡിയോ ചെയ്തു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. 2025 +2 ഫൈനൽ എക്സാം ഫിസിക്സ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ എഴുതിയ ഫിസിക്സ് പരീക്ഷകളിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു പരീക്ഷയായിരുന്നു ഇത്. പറയാതിരിക്കാൻ വയ്യ. അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞ് ഏതോ ഒരു മഹത്യക്തി ഇട്ടൊരു ക്വസ്റ്റ്യനാണ്. ഓരോ ക്വസ്റ്റ്യനും മനസ്സറിഞ്ഞിട്ട ക്വസ്റ്റ്യൻസ് ആണ്. മോഡൽ എക്സാമിന് ഈ സാധനം ഇട്ടിട്ടാണ് ഫൈനൽ എക്സാമിന് വെറുതെ ഇതിട്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ. നല്ല ഈസി എക്സാം. എന്നാലും ചെക്കന്റെ സംസാരത്തിൽ തന്നെ ചെക്കൻ എത്രത്തോളം ദേഷ്യത്തിലും പ്രഷറിലും ആണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇവന് ടഫായത് കൊണ്ടായിരിക്കും ഇവൻ ഇങ്ങനെ പറയുന്നതെന്ന്. പക്ഷേ ഫിസിക്സ് എക്സാം എഴുതിയ എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഒരു എക്സാം ടഫായിരുന്നു എന്ന് കരുതി എല്ലാ എക്സാമും ടഫ് ആയിരിക്കില്ലല്ലോ എന്ന്. ഒരു എക്സാം ഒക്കെ ടഫാവുന്നത് സ്വാഭാവികം. അത് കഴിഞ്ഞതിന് ശേഷം കെമിസ്ട്രി എക്സാം കഴിഞ്ഞിട്ടും ഇവൻ അടുത്തൊരു വീഡിയോയും ചെയ്തു. അതും കൂടെ ഒന്ന് കണ്ടുനോക്കാം. +2 കെമിസ്ട്രി എക്സാം എഴുതിയിട്ട് വരുന്ന വഴിയാണ്. ഫിസിക്സ് പാടായിരുന്നു, അതുകൊണ്ടായിരിക്കും ഒരു കെമിസ്ട്രി ഈസി ആക്കിയത്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ തോന്നി ഫിസിക്സ് പാടായതുകൊണ്ട് പിള്ളേർ എഴുതിക്കോട്ടെ എന്നൊക്കെ വെച്ചിട്ടാണ് ഒരു കെമിസ്ട്രി ഇത്ര ഈസിയാക്കി തന്നത്. എല്ലാം എഴുതിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പൊ ചെറുക്കൻ അടങ്ങിയിരിക്കുന്നില്ല, എന്തൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കെമിസ്ട്രിയും മൂഞ്ചി നർത്തം. അത് കഴിഞ്ഞ് ബയോളജി എക്സാം കഴിഞ്ഞിരുന്നു. അതും അതിനേക്കാളും മാരകമായിട്ടുള്ള വെർഷൻ ആയിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 24 ന്യൂസിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. സത്യം പറഞ്ഞ ആദ്യ ക്വസ്റ്റൻ കണ്ടപ്പോൾ തന്നെ ഫുൾ ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ബാക്കി ക്വസ്റ്റൻസ് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര ഡീഗ്രേഡിങ്ങും കോൺഫിഡൻസ് ഒക്കെ പോയി. വാരിക്കോരി A+ നൽകുന്ന പരിപാടികൾ അവസാനിപ്പിക്കും, അന്താരാഷ്ട്ര തലത്തിൽ വിദ്യാർത്ഥികളെ പരീക്ഷകൾ എഴുതാൻ സജ്ജമാക്കും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ആവിഷ്കരിക്കാൻ വെച്ചിരുന്ന പദ്ധതികൾ. മാറ്റങ്ങളൊക്കെ നല്ലത് തന്നെ. എന്തായാലും +2 വിദ്യാർത്ഥികളെ ആകെ വിയർപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷകൾ. +2 ബോട്ടണി, കെമിസ്ട്രി, ഫിസിക്സ്, കൊമേഴ്സ് വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾക്കെതിരെയാണ് പരാതി. മോഡൽ പരീക്ഷകളുടെ മാതൃകയിലുള്ള ഒരു ചോദ്യം പോലും ഉണ്ടായിരുന്നില്ല. ആദ്യ ഭാഗങ്ങളിലെ 1 മാർക്കും 2 മാർക്കും അടങ്ങിയ ചോദ്യങ്ങൾ ആകെ കുഴപ്പിച്ചു. അവസാന ഭാഗത്തെ ചോദ്യത്തിന്റെ ഉപചോദ്യങ്ങളിൽ 2 എണ്ണം എഴുതി കഴിഞ്ഞാൽ 2 എണ്ണം അറിയാത്ത അവസ്ഥ. ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരു ചോദ്യത്തിന് പോലും കൃത്യമായി ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല തുടങ്ങി ചോദ്യപേപ്പറുകൾക്കെതിരെ പരാതി പ്രവാഹം. ഫിസിക്സ് 14 ചാപ്റ്ററും പഠിച്ച് പ്രീവിയസ് ഇയർ നോക്കി പോയ ഒരാൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോ ശരിക്കും നല്ല വിഷമമായി കണ്ടപ്പോ, പഠിച്ചതുള്ളതും കൂടെ മറന്നുപോയി കണ്ടപ്പോ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഫിസിക്സിന്റെ മോഡൽ ഭയങ്കര എളുപ്പമായിരുന്നു. അത്ര ഇപ്പൊ ഈ ബോർഡ് എക്സാമിന്റെ പാറ്റേൺ മാറ്റുവാണെങ്കിൽ ഈ മോഡൽ എക്സാം ആ രീതിക്ക് ആക്കിയെന്താ, ഈ മോഡൽ ഭയങ്കര ഡയറക്റ്റ് ഭയങ്കര എളുപ്പം തന്നിട്ട് ബോർഡ് എക്സാമിന് വേറൊരു പാറ്റേൺ ആണ് അവർ വന്നത്. അപ്പൊ ഈ മോഡൽ എക്സാമിന്റെ ഒരു ആവശ്യകത അവിടെ ഇല്ല. ഇതുപോലത്തെ ഒരു പാറ്റേൺ ആയിരുന്നു നേരത്തെ ഒരു സാമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്തിരി പ്രിപ്പയർ. ഓക്കെ, അതൊരു പോയിന്റ് ആണ്. അത് ശരിയല്ലേ പറഞ്ഞത്. മോഡൽ എക്സാം ഇതുപോലെ ഒരു സൂചന കൊടുത്തിരുന്നെങ്കിൽ, അതായത് മോഡൽ എക്സാമും ഇതുപോലെ തന്നെ ടഫ് ആയിരുന്നെങ്കിൽ, അപ്പൊ കുട്ടികൾക്ക് ഒന്ന് കരുതിയിരിക്കായിരുന്നു എന്തായാലും ബോർഡ് എക്സാമിനും ഇതുപോലുള്ള ടഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നതെന്ന്. അപ്പൊ ഇവർക്ക് അതനുസരിച്ച് പ്രിപ്പയർ ചെയ്തിരിക്കാമല്ലോ. ഇതിപ്പോ നേരെ തിരിച്ചായിരുന്നു. കാര്യം മോഡൽ എക്സാം സിമ്പിൾ ആയിട്ട് കാണിച്ചിട്ട് ബോർഡ് എക്സാം വന്നപ്പോ ഭയങ്കര ടഫും. അപ്പൊ ആർക്കാണെങ്കിലും ഈ ഒരു അവസ്ഥ വരും, ആർക്കാണെങ്കിലും ദേഷ്യം വരും. ശരിക്കും ഈ പഠിച്ചത് കൂടെ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത്. കാര്യം മോഡൽ എക്സാം ആ ഒരു രീതിയിലായിരുന്നല്ലോ. ടഫ് എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധാ രീതിയിലുള്ള ടഫ് ഒന്നുമല്ല. ഈ ബോർഡ് എക്സാമിൽ വന്നതിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ആ ഒരു കോച്ചിങ്, അതിനൊരു ആൻസർ കൊടുക്കാൻ പറ്റിയ ഒരു കോച്ചിങ് നമ്മുടെ ഈ വിദ്യാഭ്യാസ ഇവിടത്തെ ഒരു ഇതിൽ വന്നിട്ടേ ഇല്ല കേട്ടോ. ഈ ബോർഡ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ഉത്തരം ചെയ്യാൻ പറ്റും. ആർക്കാണെന്നറിയോ? ഈ +1 +2 പ്രാരംഭ കാലഘട്ടത്തിലൊക്കെ ഈ കോച്ചിങ്ങിനൊക്കെ പോകുന്ന പിള്ളേരുണ്ടല്ലോ, അവർക്കൊക്കെ ചിലപ്പോൾ പറ്റിയേക്കും. വലിയ കോച്ചിങ് സെന്ററിലൊക്കെ പോയി ചേർന്ന കുട്ടികൾ, അവർക്കാണെങ്കിൽ ചിലപ്പോൾ ഈ ഉത്തരങ്ങളൊക്കെ എഴുതാൻ പറ്റും. ഈ ബോർഡ് എക്സാമിന് വന്ന ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിശീലനവും കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ അവർക്ക് എങ്ങനെ ഉത്തരം എഴുതാൻ പറ്റും? എന്തായാലും ഇനി ചില പാരന്റ്സിന് പറയാനുള്ളതെന്ന് നമുക്ക്
കേട്ടോക്കാം. 40% ചോദ്യങ്ങൾ ലളിതമായിരിക്കണമെന്നതും അടുത്ത 40% ശരാശരി നിലവാരമുള്ളതും ബാക്കി 20% കഠിനമായിരിക്കണമെന്ന ചോദ്യകർത്താവിന്റെ വാശിയാണ് പ്രകടമായതെന്ന് രക്ഷിതാക്കൾ പറയുന്നു. കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കിയത് വലിയ പരീക്ഷാ പേടിയും മാനസിക സമ്മർദ്ദവുമെന്നും രക്ഷിതാക്കൾ. ഒരു പരീക്ഷ ഫിസിക്സ് ടഫായിരുന്നു, അപ്പൊ അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി ടഫായപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് മാത്സ് വരുമ്പോഴേക്കും ഓൾറെഡി മനസ്സിൽ അവർക്ക് പേടി കയറി, ഇനി എങ്ങനെയായിരിക്കും അടുത്ത പരീക്ഷ. അപ്പൊ അത് അവരുടെ പ്രിപ്പറേഷനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് പറയാനുള്ളത്. എക്സാമിന് ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന പാപ്പാടെ വളരെ ഗ്ലൂമിയായിട്ട് നിൽക്കുന്നു. ചോദിച്ചാൽ പറഞ്ഞു, നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല വന്നിരിക്കുന്നത്. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആരൊക്കെയോ പരീക്ഷിച്ചിട്ട് പോയ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും ഒന്നും മനസ്സിലാവും. അപ്പൊ ഇതാണ് അവസ്ഥ. കുട്ടികളുടെ പാരന്റ്സും സമ്മർദ്ദത്തിലാണ്. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇറക്കിയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികളുടെ മാനസിക നിലയിലും വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ +2 എഴുതാൻ വരുന്ന കുട്ടികളുടെ പ്രായം എന്ന് പറയുന്നത് വെറും 17 വയസ്സാണ്. ആ പ്രായം എന്ന് പറയുന്നത് മാനസിക സമ്മർദ്ദം പോലും ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഞാനടക്കം ആ പ്രായം കഴിഞ്ഞു വന്നാണ്. ഈ +2 എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ എക്സാം +2 എക്സാം എന്ന് വിചാരിച്ച് പോകുന്ന കുട്ടികളാണ്. അവർക്കിടയിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്ത് പല കുട്ടികളും കടുങ്കൈ ചെയ്യാൻ വരെ ആ ഒരു രീതിയിലേക്ക് വരെ പോകുന്ന ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ഒരു വാർത്ത കേട്ടായിരുന്നു, പരീക്ഷാ പേടി കാരണം ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തെന്ന് തിരുവനന്തപുരത്ത്. ഇത് മാധ്യമങ്ങളിൽ അടക്കം വന്ന വാർത്തയാണ്. ഈ കുട്ടികൾക്കിടയിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാളെ നമുക്ക് പല വാർത്തകളും കേൾക്കേണ്ടി വരും. ഇത് കൂടാതെ വേറൊരു കുട്ടിയും രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അതും കൂടെ ഒന്ന് കണ്ടു. ഫസ്റ്റ് ഫിസിക്സ് എക്സാം ആയിരുന്നു. ഫിസിക്സ് എക്സാമിന് പാറ്റേൺ മാറ്റി എന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഇനിയുള്ള എക്സാമിന് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും. പക്ഷെ അതിനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതെ, അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. എക്സാം ടൈം ടേബിൾ, ഇത്രയും മൂഞ്ചിക്കുന്ന ഒരു ടൈം ടേബിൾ നമ്മൾ വേറെ കണ്ടിട്ടില്ല. 3-ാം തീയതി ഇംഗ്ലീഷ് എക്സാം, അതായത് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് 5-ാം തീയതി ഫിസിക്സ് എക്സാം, അത് കഴിഞ്ഞ് ഒരു ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് ബയോളജി, പിന്നെ 2 ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് കെമിസ്ട്രി, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് മാത്സ് എക്സാം. ഇതെന്ത് മൂഞ്ചിക്കുന്ന ടൈം ടേബിൾ ആണ് ഇട്ട് വെച്ചേക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. ഒരു എക്സാം കഴിഞ്ഞിട്ട് അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോലുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എക്സാം കഴിഞ്ഞിട്ട് 3 ദിവസം ഗ്യാപ്പ് ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ എന്ത് സുഖമായിട്ട് എക്സാം എഴുതായിരുന്നു. ശരിക്കും ഇവിടെ സംഭവിച്ചത് ഈ ഫിസിക്സ് എക്സാമിന് എക്സാം എഴുതാൻ പോയ കുട്ടികൾ ഭയങ്കര ടഫ് ആണെന്ന് കരുതി അടുത്ത എക്സാമിനെ ഓക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ പോലും അതിനുള്ള ഗ്യാപ്പ് പോലും ഇല്ലായിരുന്നു. പ്രിപ്പയർ ചെയ്യാൻ പോലുള്ള ഗ്യാപ്പ് ഇല്ലായിരുന്നു. എല്ലാം ഒരുമാതിരി ഓട്ടമത്സരം പോലെ അടുപ്പിച്ചടുപ്പിച്ചാണ് വെച്ചേക്കുന്നത്. +1 ഇംപ്രൂവ്മെന്റ് എക്സാമിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റുന്നില്ല. പുതിയ നിയമം അനുസരിച്ച് +1ന്റെ എക്സാം എന്താക്കണം, +2ന്റെ ഇടയിലൂടെ വേണം +1 ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ. ഇത്രയും ടഫിന്റെ ഇടയിൽ കൂടെ എങ്ങനെയാണോ ഈ ഇംപ്രൂവ്മെന്റ് എക്സാം കൂടെ എഴുതുക? എന്തായാലും കണ്ടു തന്നെ അറിയണം. ഇതെല്ലാം കൂടെ ചേർന്ന് കുട്ടികൾ എന്തെങ്കിലും കടുകൈ ചെയ്യാതിരുന്നാൽ മതി. അപ്പൊ എന്തായാലും ഒരു കുട്ടിയുടെ വോയിസ് ക്ലിപ്പ് ഉണ്ട്, അതൊന്ന് കേട്ടു. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കിപ്പോൾ നമ്മൾ പഠിച്ച ലെവലിലാണെങ്കിൽ അതൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോഴത്തേക്ക്. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇത്രയ്ക്കും ടഫ്നെസ് ഒന്നും കാണില്ല. നമ്മുടെ +1 നമുക്ക് മാത്സ് ആണ് ഭയങ്കര ടഫ്. അതേപോലെ ഇപ്പോൾ നമുക്ക് ഫിസിക്സും ബോട്ടണിയും കെമിസ്ട്രിയും അത്രയും ടഫ്. ഇപ്പോൾ മാത്സിന്റെ കാര്യം അറിഞ്ഞൂടാ. ഇങ്ങനെ അതൊന്ന് മനസ്സിലിട്ട് അലട്ടൻസാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഓരോരുത്തരും പറഞ്ഞ് ഇതിന് പൊട്ടിയാൽ പിന്നെ ജീവിച്ചിരുന്ന കാര്യമല്ല, അതാണ് പോയി അവർ സൂസൈഡ് തന്നെ ആ ഒരു മൈൻഡിലൊക്കെയാണ് പോകാറ്. ഫ്രണ്ട് സർക്കിളിൽ എന്തെങ്കിലും ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് അവർ പറയുന്നെങ്കിൽ പറ്റുന്നില്ല, ഞാൻ പോക്കും, ഇതാണ് എന്തെങ്കിലും സൂസൈഡ് ചെയ്യും, എൻ്റെ മാറ്റം സൂസൈഡ് അത് പോകും, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ഉള്ളു പൊട്ടിയാണ് ഇരിക്കുന്നത്. ഓരോ ഫ്രണ്ട്സും അത്രയ്ക്കും എഫേർട്ട് എടുത്ത് ഒരു വില കൊടുക്കാത്ത രീതിയിലാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ. കേട്ടല്ലോ, കുട്ടികളിൽ സൂയിസൈഡ് ടെൻഡൻസി വന്നിരിക്കുന്നു എന്നർത്ഥം. കുട്ടികൾ അങ്ങനെയൊക്കെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ബാക്കി ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും വരും ദിവസങ്ങളിൽ പല കുട്ടികളും ആത്മഹത്യ ചെയ്തു എന്ന വാർത്തകൾ നമ്മൾ കാണേണ്ടി വരും. എന്തുകൊണ്ട് എക്സാം ഇങ്ങനെ ടഫാക്കി എന്നുള്ളതിന് ഒരു അധ്യാപകന്റെ ഒരു മറുപടിയുണ്ട്. അതൊന്ന് നമുക്ക് കണ്ടുനോക്കാം. പുള്ളിക്കാരൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളാണ്. അധ്യാപകരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിലുള്ള അധ്യാപകരുമായിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ വാല്യുവേഷനുള്ള അങ്ങനെയൊക്കെയുള്ള പ്രമുഖരായിട്ടുള്ള അധ്യാപകരോട് സംസാരിച്ചപ്പം എല്ലാ അധ്യാപകരുടെയും പൊതുവായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ രീതി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി മുതൽ എല്ലാ സബ്ജക്റ്റുകളും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം വിദ്യാഭ്യാസ വകുപ്പും അല്ലെങ്കിൽ സർക്കാരും ആഗ്രഹിക്കുന്നത് ജെഇ നീറ്റ് പോലുള്ള വൻ മത്സരമുള്ള അല്ലെങ്കിൽ നല്ല കഴിവ് തെളിയിക്കേണ്ട അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള പരീക്ഷകൾക്ക് മിടുക്കരാക്കാനും പ്രാപ്തിയാക്കാനും കുട്ടികളെ തയ്യാറാക്കാൻ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ ഇത്രയും പ്രയാസകരമായി എന്നുള്ള. അഖിലേന്ത്യാ ലെവലിലേക്ക് കുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് പോലും ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നതെന്ന്. പക്ഷെ ഇത്തരം ക്വസ്റ്റ്യൻസ് ഇടുന്നവർ മനസ്സിലാക്കാതെ പോകുന്ന വേറൊരു കാര്യം. അപ്പൊ ഈ നീറ്റ് എക്സാം എന്ന് പറയുന്നത് വളരെ ഹൈലി കോംപ്ലിക്കേറ്റഡ് ഒരു എക്സാം തന്നെയാണ്. അതിലൊക്കെ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയ IQ ഒന്നും ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ എന്ന് പറയുന്നത് വെറും 10%. അവരെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇടുന്നത്.
ബാക്കി 90% കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് ആവറേജ് അല്ലെങ്കിൽ +2 സയൻസ് എക്സാം എഴുതുന്ന എല്ലാ കുട്ടികളും ഡോക്ടർ ആവാനും എഞ്ചിനീയർ ആവാനും വേണ്ടിയിട്ടൊന്നും അല്ല +2 പാസ് ആവുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ബാക്കി വരുന്ന 90% കുട്ടികൾ എന്ന് പറയുന്നത് ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിരിക്കും. അവർക്കൊന്നും ഒരു തരത്തിലും ഈ നീറ്റ് ലെവലിലേക്കൊന്നും എത്താൻ പറ്റത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് +2 എന്ന് പറയുന്നത് നല്ലൊരു മാർക്ക് വാങ്ങിച്ചിട്ട്, അതായത് നല്ലൊരു ക്വാളിഫിക്കേഷൻ മാർക്ക് വാങ്ങിച്ചിട്ട് പ്രൊഫഷണൽ കോഴ്സ് മറ്റേതെങ്കിലും കോഴ്സോ ഒക്കെ എടുത്ത് രക്ഷപ്പെടാനായിരിക്കും. വിദേശത്തും എല്ലാം പോയി രക്ഷപ്പെടാനായിരിക്കും ആഗ്രഹിക്കുന്നത്. ആ ലക്ഷ്യവുമായി പരീക്ഷയെ സമീപിക്കുന്ന കുട്ടികളെ നല്ല രീതിയിൽ അങ്ങ് ഇത് ബാധിക്കും. അവർക്ക് ഉദ്ദേശിക്കുന്ന ക്വാളിഫിക്കേഷൻ മാർക്ക് അവർക്ക് കിട്ടാതെ പോകും. അവർക്ക് വേണ്ട രീതിയിൽ ഈ എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. കാരണം ക്വസ്റ്റ്യൻ ഒക്കെ ഈ ഒരു ലെവലിലാണല്ലോ, അവർക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും? അവർക്ക് ആ ഒരു രീതിയിലുള്ള കോച്ചിങ് സ്കൂളിൽ നിന്ന് ലഭിച്ചിട്ടുമില്ല. സ്വാഭാവികമായിട്ടും അവരുടെ ഭാവിയും കൂടി അതില്ലാതാക്കും. ഇത് അത്തരക്കാർക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെ IQ ലെവല്, നീറ്റ് ലെവൽ എന്നൊക്കെ പറഞ്ഞ് ആകെ 10% കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്തു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്ത പോലെ ആയിപ്പോയത്. മിക്കവാറും കണ്ടു തന്നെ അറിയണം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പൊ ഇത് കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.